സമഗ്ര കാർഷിക വികസനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന കൃഷി സമൃദ്ധി പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ വെച്ച് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ 107 പഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പാക്കും. പ്രാഥമിക കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിനൊപ്പം ദ്വിതീയ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലൂടെ കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുക, കർഷകരുടെ വരുമാന വർധനവ് ഉറപ്പാക്കുക, സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നിവയാണ് കൃഷി സമൃദ്ധിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ സമഗ്ര കാർഷിക വികസനമാണ് പരിശുദ്ധ സമൃദ്ധി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു നാടിന്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാവാൻ പോവുക. എന്താണ് കൃഷി സമൃദ്ധി എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവിടെയാണ് നമ്മൾ കൃഷിയുടെ പ്രാധാന്യത്തെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കയറേണ്ടതുണ്ട് എന്ന് വരുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇപ്പോൾ വരെയും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. നാളിതുവരെയും ശാശ്വതമായി പരിഹരിക്കാത്ത പ്രശ്നമാണ് അത്. ആ പ്രശ്നത്തിന്റെ പേരാണ് വിശപ്പ് എന്നുള്ളത്. മനുഷ്യനുള്ള കാലം മുതൽ ഉണ്ടായ ഒന്നാണ് വിശപ്പ് എന്നത്. ഇന്നും നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിശപ്പ് എന്നുള്ളത്. ഈ വിശപ്പിനുള്ള പരിഹാര മാർഗം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമല്ല. ആ ഭക്ഷണം കൃഷിയിലൂടെയാണ് ലഭ്യമാവുന്നത്. 95% ഭക്ഷണവും ലഭിക്കുന്നത് കൃഷി ചെയ്തിട്ടാണ്, കൃഷിയിലൂടെയാണ്. ഇതാണ് കൃഷിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. വിശപ്പിന്റെ പരിഹാരം ഉണ്ടായേ മതിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കൃഷിയുടെ പ്രാധാന്യം അത്രമേൽ ഉയർന്നു നിൽക്കുന്നു. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ മുദ്രാവാക്യം ഉണ്ടായി, കൃഷിഭൂമി കൃഷിക്കാരന് എന്ന്. വെറുതെ ഉണ്ടായൊരു മുദ്രാവാക്യമല്ല. കൃഷിഭൂമി മുതലാളിയുടെ കയ്യിലോ കൃഷിഭൂമി കോർപ്പറേറ്റുകളുടെ കയ്യിലോ ഇരുന്നു കഴിഞ്ഞാൽ വിശപ്പ്, സാധാരണക്കാരന്റെ വിശപ്പ് എന്നതിന് അവൻ വിലയിടുന്ന തരത്തിലേക്ക് എത്തും. അങ്ങനെയുള്ളവർ വിലയിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരൻ വിശന്നു പൊരിഞ്ഞു മരിക്കേണ്ട. നെല്ലിന്റെയും പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. കൃഷിയിലൂടെ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിന് ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ 2ാം ഘട്ടമായി കൃഷിഭവൻ തലത്തിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളിലൂടെയാവും പ്രാഥമിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. സംസ്ഥാനത്തെ കാർഷിക പ്രാധാന്യമായുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് 3 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന, പഞ്ചായത്ത് പ്രസിഡന്റുമാർ പി കെ ജയ, പി ബാലൻ, ഷറഫുദ്ദീൻ കളത്തിൽ, ടി സുഹ്റ, പി മുഹമ്മദ്, ത്രിതല തദ്ദേശ സാരഥികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കർഷകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.